പനിക്കൂർക്ക ഇല വാട്ടി പിഴിഞ്ഞെടുത്ത് നീരിലേക്ക് തേനും ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കുന്നത് കഫക്കെട്ടും ഈ ചുമയും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ബോഡിയിലെ ഹീറ്റും ഒക്കെ തന്നെ കുറയ്ക്കാനും ഏറെ സഹായകരമായിട്ടുള്ളതാണ്. കരിപ്പെട്ടിയും ആടലോടകത്തിൻ്റെ ഒരു 4-5 ഇലയും അതുപോലെ കുരുമുളകും, ഇതെല്ലാം ഒരു അര സ്പൂൺ കുരുമുളക് മതി. ഇതെല്ലാം കൂടെ ഒരു ഡിക്കോക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കഷായം വെച്ച് വറ്റിച്ച് കഴിക്കുന്നത് നമുക്കുണ്ടാവുന്ന ഇത്തരം കഫക്കെട്ടിനെയും ഉള്ളിലുണ്ടാവുന്ന കഫത്തെയൊക്കെ തന്നെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതുപോലെ ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മാറ്റാനും ഇത് സഹായിക്കും. വെറും വയറിൽ കുടിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഇനി അതുപോലെ ഗുഡാർദ്രക എന്നുള്ളത് ഇഞ്ചിയുടെ നീരും അതുപോലെ ചെറിയ ഉള്ളി ചതച്ചെടുത്ത് അതിൻ്റെ നീരും കൂടെ സമമെടുത്ത് അതിലേക്ക് അല്പം ശർക്കര കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുന്ന കഫത്തിനെയൊക്കെ പുറന്തള്ളാനും അല്ലെങ്കിൽ സ്വരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനായാലും കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഈ ചുമയ്ക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസം തരാനും സഹായിക്കുന്നതാണ്. ചുമയും കഫത്തെയും ഇല്ലാതാക്കാൻ കറുവപ്പട്ടയുടെ പൊടി ഒരു 1/4 ടീസ്പൂണും അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. ആടലോടകം, ചെറിയ ആടലോടകം എടുത്തിട്ട് അതിൻ്റെ ഇല സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് നിഴലിൽ ഉണക്കി പൊടിച്ച് വെക്കുക. എന്നിട്ട് ആ പൊടി ഉപയോഗിച്ചിട്ട് അല്പം തേനുമായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതും ഒക്കെ തന്നെ നമുക്കുണ്ടാവുന്ന ഇത്തരം ചുമ കുത്തി ഉണ്ടാവുന്ന ചുമയുണ്ടല്ലോ, വരണ്ട ചുമയൊക്കെ തന്നെ, ഇതൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. ഇനി സൈനസൈറ്റിസ് പ്രശ്നങ്ങളും തലയിൽ നീരും ഭാരവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും കൂടെ ഒരു 4 എണ്ണം വീതം എടുത്തിട്ട് നിങ്ങൾ ആവി പിടിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിൻ്റെ ആവി നന്നായിട്ട് കൊള്ളുന്നത് കഫത്തെ അത്തരം ഭാഗങ്ങളിൽ നിന്ന് സൈനസിൻ്റെ ഭാഗങ്ങളിലുള്ള കഫത്തെയൊക്കെ തന്നെ ഒരുക്കി കളയാനേറെ നല്ലതാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂണും അല്പം തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ ചുമ നിൽക്കുമെന്ന് മാത്രമല്ല നമുക്ക് സ്വരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ സ്വരമാധുര്യം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് അയമോദകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊടിച്ചെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് തേനുമായിട്ട് ചേർത്ത് കഴിക്കുന്നതും ഇതുപോലെ കഫത്തിനെയൊക്കെ ഇല്ലാതാക്കാൻ നല്ലതാണ്. ഇനി ആസ്മ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ നെഞ്ചിൽ കഫം കെട്ടി നിന്നിട്ട് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഒരു ഫ്രൈയിങ് പാനിൽ നന്നായിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഈ അയമോദകം ഒന്ന് വറുത്തെടുക്കുക. ഒരു കോട്ടൻ്റെ തുണിയിൽ ചെറുതായിട്ട് ഒരു കിഴി പോലെ കെട്ടിയെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. നെഞ്ചിലും പുറകിലും മുതുക് വശത്തുമൊക്കെയായിട്ട് നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം, പൊള്ളി പോകരുത്. വീണ്ടും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വീണ്ടും ഇതൊന്ന് വെച്ച് കൊടുത്ത് തുണി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നെഞ്ചിലും ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ശ്വസനത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കഫം പോവാനും ആ ഒരു ബുദ്ധിമുട്ടുകൾ കഫത്തിൻ്റെ എല്ലാം മാറാനും ചുമ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ നല്ലൊരു റെമഡിയാണ്.